The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते, कैसे सब लोग? सब बहुत खुशी है क्या? ऐसे पूछने का कारण भी होते हैं क्योंकि कभी अगला महीने में हमारा विद्यालय, केवल हमारा विद्यालय नहीं, पूरा से पूरा केरल का विद्यालय खुलने की संभावना होते हैं। ज़रूर आप लोगों की प्रार्थना से कभी तो ऐसा ही होगा। अगला महीने में सबको विद्यालय पे आने के अवसर मिलना है। पिछले हफ्ता में कुछ लोग आया था, लेकिन उस समय फिर भी ये 144 लगाया है, इसलिए फिर भी दिक्कत में पड़ गया है। और आपका स्वास्थ्य के बारे में, ആരോഗ്യം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത് പ്രധാന ഘടകമാണ്. കാരണം നമുക്ക് പഠന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും അതിനെ വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ആരോഗ്യം തന്നെയാണ്. മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഇതൊക്കെ പ്രധാന ഘടകമാണ്. നിങ്ങളെ പലരും പുതിയ കുട്ടികളാണെങ്കിൽ ഇവിടെ അഡ്മിഷൻ സമയത്ത്, കൗൺസിലിംഗ് സമയത്തൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടുതൽ സമയം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് താനും. അപ്പോൾ സഹിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണയുടെ ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറമേക്ക് ഇറങ്ങുകയാണെങ്കിലോ കടകളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുക. മാത്രമല്ല നമുക്ക് എവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നാരങ്ങ, ഒരു പകുതിയോളം നാരങ്ങ മുറിച്ചെടുത്തിട്ട് അതിനെ പിഴിഞ്ഞ് എടുത്ത് ഇവ മൂന്നും ചേർത്തിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, ഒരല്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിന് ഇട്ടിട്ട് തിളപ്പിച്ചുള്ള വെള്ളം കുടിക്കുക. അതൊരു 2 ഗ്ലാസ് 3 ഗ്ലാസ്സൊക്കെ ഒരു ദിവസം കുടിച്ചാൽ തന്നെ മതി. അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രതിരോധശേഷി നന്നായി വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം പ്രതിരോധശേഷിയുള്ളവർക്ക് പെട്ടെന്ന് കൊറോണ വരുന്നില്ല എന്നുള്ളതും, അഥവാ കൊറോണ നമ്മളിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓൾറെഡി 10,000-ൽ പരം എത്തിയിട്ടുള്ള 50,000 60,000 എന്നുള്ള രീതിയിൽ കേരളത്തിൽ രോഗികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആരോഗ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്താ വെച്ചാൽ ഇത് പൊതുവേ എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതുപോലെ പ്രതിരോധശേഷി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളെ ബാധിക്കാതെ, നമ്മളിൽ വന്നു കഴിഞ്ഞാലും പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ആരോഗ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന കാര്യത്തിലും, ലാപ്ടോപ്പിലായാലും അതുപോലെ തന്നെ മൊബൈലിലായാലും ഒക്കെ കൂടുതൽ നേരം ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കണ്ണിന് വളരെയധികം സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക് പോലും നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ മൊബൈലിൽ അയച്ചു തന്നു എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് തന്നെ കണ്ണിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ 9th ഒരു ഡിവിഷനും 10th 4 ഡിവിഷൻ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ 4 ഡിവിഷൻ, ഇത്രയും ഭാഗങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിവിഷനിൽ നിന്നുള്ള കുട്ടികളുടെ നോട്ട്സുകളും കാര്യങ്ങളും അയച്ചു തരുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാൽ ആരും അയച്ചു തരാതിരിക്കേണ്ട, എല്ലാവരും അയച്ചു തരിക. മാഷയുടെ കണ്ണ് കേട് വരേണ്ട വെച്ചിട്ട് ഞങ്ങൾ അയച്ചു തരാതിരിക്കണമെന്നൊന്നും ഇനി പറയണ്ട. അപ്പോൾ അങ്ങനെയുള്ള നോട്ട്സുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രെയിൻ അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണിന് കൂടുതൽ പ്രശ്നമായി കഴിഞ്ഞാൽ, ഈ പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണിന് പ്രശ്നമായി കഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറേ കൂടി പ്രായമാവുന്ന സമയത്ത് കൂടുതൽ വലിയ കണ്ണട ഉപയോഗിക്കേണ്ടി വരും. ഞാൻ തന്നെ ഇപ്പോൾ കണ്ണടയുടെ പവറൊന്നും മാറ്റി വേറൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ കണ്ണട ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾറെഡി എന്ന് വെച്ചാൽ ഞാൻ ലാപ്ടോപ്പ് ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ നോക്കിക്കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സൂം ചെയ്ത അക്ഷരങ്ങൾ കാണാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ണിൻ്റെ സ്ട്രെയിൻ
കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. ഒന്ന് വീട്ടിലെ പല ഭാഗത്തിലൂടെയൊക്കെ ഒന്ന് നടക്കുക. പച്ചപ്പും ഒക്കെയുള്ള കണ്ണിന് കുളിർമയുള്ള കാര്യങ്ങളൊക്കെ കാണുക, നോക്കുക ഒക്കെ ചെയ്യുക. അതിനുശേഷം വീണ്ടും വന്നിരുന്ന് പഠനം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒരു മാക്സിമം ഒരു 15 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ മതി. ഇപ്പോൾ 10-20 മിനിറ്റിൻ്റെ ക്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു 10 മിനിറ്റ് വീതം 2 പ്രാവശ്യമായിട്ട് ഇരുന്ന് കാണുക. അങ്ങനെ ഓരോ രീതിയിലായാലും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് പരിപാലിക്കുക എന്നുള്ളതും നമ്മുടെ ആരോഗ്യം നോക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. നിങ്ങളത് ഓരോരുത്തരും മനസ്സിലാക്കുക. ടീക്കേ ചെയ്യുമെന്നുള്ള, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധാപൂർവ്വം നോക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചതാണ് എങ്കിൽ പോലും സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് വന്നതും നോട്ടുകൾ കാണിച്ചു തന്നതും ഒക്കെ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്, വളരെ വൃത്തിയായിട്ട് എഴുതുന്നുണ്ട്. പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു, അത് മുഴുവൻ ഞാൻ ദൂരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാതിരുന്നപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരമാവട്ടെ വെച്ചിട്ട് അവരുടെ സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള രീതിയിൽ ഒരുമിച്ച് ഞാൻ വോയിസ് മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും സൗകര്യം ആയിക്കോട്ടെ വെച്ചിട്ടായിരുന്നു, കാരണം വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട വെച്ചിട്ട്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക, എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക, ഏത് സംശയങ്ങളും ക്ലിയർ ചെയ്യുക. കഴിഞ്ഞ ചാപ്റ്ററിലുണ്ടായിരുന്ന പാദടിപ്പണി ശരിക്കും അടിക്കുറിപ്പാണ്. ശരിക്കും നമ്മൾ ഒരു ഹെഡിങ്സ് കൊടുക്കുന്ന പോലെ, ഹെഡിങ് എന്ന് പറഞ്ഞാൽ മുകളിലാണ് കൊടുക്കുന്നത്, ഇത് താഴെ കൊടുക്കുന്നു, അടിക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ താഴെ എഴുതുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിന് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. തലക്കെട്ട് എഴുതുന്ന പോലെ തന്നെയാണ് അടിക്കുറിപ്പ് എഴുതുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. ഭംഗിയായിട്ട് ചിലർ എഴുതിയിട്ടുണ്ട്. ബാൽശ്രം എക് അഭിശാപ് എന്നുള്ളതായിരുന്നു കുറേ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ചിത്രത്തിൽ കണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് അതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. ടീക്കേ, എന്നാൽ നമുക്ക് തുടങ്ങാം. റൈറ്റ് ടു ഇൻഫർമേഷൻ, सूचना का अधिकार अधिनियम, राइट टू इन्फॉर्मेशन एक्ट 2005, सूचना का अधिकार अधिनियम 2005 किस प्रकार लिखना है तो उसका नमूना मैं बता दूंगा. तो जो मैं यहाँ पे दिया गया है वो नमूना भी आप लोग देखना है. ठीक है, उसी प्रकार आपको किताब में जो दिया है उसी प्रकार लिखे तो बहुत अच्छा होगा, लेकिन वो बहुत ठीक तरह से अच्छी तरह से लिखना है. आपको अंतिम परीक्षा में, पब्लिक एग्जाम में ज़रूर 8 अंक के लिए ये प्रश्न आएगा. ये तो 1000% पक्का प्रश्न है. प्रश्न माने क्वेश्चन 100% ഉറപ്പായിട്ടുള്ളൊരു ചോദ്യമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഈ ചോദ്യം. അതുകൊണ്ട് ഈ ചോദ്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് സംശയം വരികയാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ടീക്കേ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. तो ആദ്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ടീക്കേ, ആദ്യം കൊടുത്തിട്ടുള്ളത് സേവാമേ 2 ആർക്കാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് സാർവജനിക് സൂചന അധികാരി, റോസ്ഗാർ മന്ത്രാലയ്, ഭാരത് സർക്കാർ, നയി ദില്ലി. തൊട്ടടുത്ത് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ എഴുതുന്ന സമയത്തും കൃത്യമായിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം എഴുതേണ്ടത് 2 എന്നെഴുതുന്നു, അതിനുശേഷം ആർക്കാണ് കത്തെഴുതേണ്ടത്. ഇവിടെ ഏകദേശം നമുക്കറിയാം, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ബാൽശ്രം ആണ്, ചൈൽഡ് ലേബറിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ 2 നമ്മൾ എഴുതുന്നത്. അപ്പോൾ എഴുതുന്നത് ആരാണ്? സാർവജനിക് സൂചന അധികാരി, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ആരാണോ അവർക്ക്. കാരണം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മളത് കൊടുക്കുന്നത്. റോസ്ഗാർ മന്ത്രാലയ്, മിനിസ്ട്രി ഓഫ് ലേബർ, അതാണ് റോസ്ഗാർ മന്ത്രാലയ്, മിനിസ്ട്രി ഓഫ് ലേബർ. ഭാരത് സർക്കാർ, നയി ദില്ലി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ദില്ലി. ഓക്കെ, ഇത് നമ്മൾ 2 എഴുതുന്നു. തൊട്ട് അടുത്ത് തന്നെ സ്റ്റാമ്പ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉള്ള ഭംഗിയായിട്ടുള്ള സ്റ്റാമ്പിൻ്റെ ചിത്രം വരയ്ക്കുകയല്ല വേണ്ടത്. അവിടെ ജസ്റ്റ് ഒരു കോളം വരച്ചാൽ മതി. കോളം വരച്ചിട്ട് അതിൽ പക്ഷേ എഴുതണം 10 രൂപ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ക്വാളിറ്റി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് 100 രൂപ 50 രൂപ ഒന്നും എഴുതാൻ പാടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ലെറ്ററിൽ ഒട്ടിക്കേണ്ട സ്റ്റാമ്പ് 10 രൂപയുടെ സ്റ്റാമ്പാണ്. കാരണം 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിൽ ഇതുപോലൊരു 10 രൂപയുടെ സ്റ്റാമ്പാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളതിൽ ₹10 എഴുതേണ്ടത്. ടീക്കേ, അത് പൈസ ഒന്നും ആവാൻ പാടില്ല. 0-ൻ്റെ എണ്ണം കൂടാൻ പാടില്ല. 0-ൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് കറക്റ്റ് 10 രൂപയുടെ തന്നെ ചെയ്യുക. ടീക്കേ, ഇനി നമുക്ക് അടുത്തത്, ഈ ലെറ്റർ 5 ഘട്ടങ്ങളായിട്ടാണ് എഴുതുന്നത്. കോളം വരച്ച് എഴുതുന്നത് നല്ലതാണ്, കോളം വരയ്ക്കാതെ എഴുതാം. 2 മോഡലും ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലത് കോളം വരച്ച് എഴുതുന്നതായിരിക്കും എന്നുള്ളതാണ്. 2 മെത്തേഡ് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ട് ഏതാണെന്നുള്ളത് നോക്കുക.
എന്താണ് എനിക്കും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷന് പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരാൾക്ക് നോക്കാനുള്ള സൗകര്യം നിങ്ങളിത് കോളം വരച്ചെഴുതുന്നതായിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ പേരും സാധാരണ നമ്മുടെ സ്കൂളിലുള്ള എല്ലാവരും കോളം വരച്ച് തന്നെയാണ് എഴുതാറ്. ഞാൻ എന്തായാലും 2 മെത്തേഡ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ वो तो आप लोगों को अपना सकता है, आप लोगों को वो तो अपना सकता है, ठीक है. तो इसमें आवेदक का नाम ആരാണോ കത്ത് എഴുതുന്നത് ഹരിത എം, ठीक है. और फिर उसका ടാക്ക പൂര പദ രണ്ടാമത്. ആദ്യം എഴുതുന്നത് ആദ്യത്തെ കോളത്തിൽ ഇത്രയേ ഉള്ളൂ, കത്ത് ആരാണ് എഴുതണത്. ശ്രദ്ധിക്കുക, പബ്ലിക് എക്സാമിനേഷന് നമുക്ക് തന്നിട്ടുള്ള ഇതേപോലെയുള്ള ആ 5 മെത്തേഡായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് ആരാണ് കത്ത് എഴുതുന്നത്. തോ യാപ്പെ ഹരിത എം. രണ്ടാമത് നോക്കൂ, താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നോക്കൂ, ടാക്ക പൂര പദ. കാരണം ഏത് പോസ്റ്റലിലാണ്, എവിടേക്കാണ് ടാക്ക പൂര പദ, ആ എഴുതുന്ന ആളുടെ പരിപൂർണമായിട്ടുള്ള അഡ്രസ്സ് ഫ്രം എവിടെ നിന്നാണോ എഴുതുന്നത് എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഫ്രം ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ആരാണോ കത്ത് എഴുതുന്നത് ആ വ്യക്തിയുടെ അഡ്രസ്സ്, മുഴുവൻ അഡ്രസ്സാണ്, അതാണ് ടാക്ക പൂര പദ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൽ കൊടുത്തിരിക്കുകയാണ് ഹരിതം ശാന്തിനഗർ തിരുവനന്തപുരം 22. ഇതിൽ കൊടുത്തിട്ടുള്ളതാണ് ഹരിതം എന്ന് പറയുന്ന ഒരുപക്ഷെ വീട്ടുപേരുണ്ടാവില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വീട്ടുപേരുണ്ടാവുക. അപ്പോൾ ആ വീട്ടുപേരാണ് നമ്മൾ കൊടുത്തത് ഹരിതം എന്നുള്ളത്. പിന്നെ ശാന്തിനഗർ തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലം, ശാന്തിനഗർ തിരുവനന്തപുരം 22, തിരുവനന്തപുരം 22 എന്നുള്ള രീതിയിൽ. അതായത് ഓരോ ഭാഗത്തുള്ള അഡ്രസ്സിൻ്റെ ഇത്. ഇപ്പോൾ ചില നാട്ടിലൊക്കെ ഉണ്ടാവും, വലിയ പുളിമരമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പുളിമര ചൂട്ടിൽ നിന്നൊക്കെ ആയിരിക്കും വീട്ടിൻ്റെ പേര് തന്നെ, അതിന് തൊട്ടടുത്തായിരിക്കും വീടുണ്ടാവുക. അങ്ങനെ ആയിരിക്കും വീടിന് പേര് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ അത് വെട്ടും, ചിലപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ പുളിമരം വെട്ടിയിട്ടുണ്ടാവും, പിന്നെ അത് വെറും കുറ്റിയായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പുളിങ്കുറ്റി ഹൗസ് എന്നായിരിക്കും പിന്നെ വീടിന് പേര് കൊടുക്കുന്നുണ്ടാവുക. ഏകദേശം ആ കുറ്റിയൊക്കെ ഉണങ്ങി ദ്രവിച്ച് പോയി അവിടെ കുഴിയൊക്കെ കഴിഞ്ഞാൽ പുളിച്ച് കൊണ്ടുവന്നാവും അത്. ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോരുത്തർക്ക് ഉണ്ടാവും. പിന്നെ അത് പുളിങ്കുളമാവും. കുളമായി കഴിഞ്ഞാലേ അങ്ങനെ വീടിന് പേര് ഓരോരുത്തർ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇവിടെ ആ വീടിന് ആരാണോ കത്തെഴുതുന്ന അവരുടെ വീടിൻ്റെ അഡ്രസ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത് എന്താണ് സൂചന എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത വിഭാഗത്തിൽ പറയുന്നത്, മൂന്നാമത്തെ കോളത്തിൽ പറയുന്നത്. സൂചനക്ക വിഷയ്, നമ്മൾ കൊടുക്കുന്ന വിഷയം ഏതൊക്കെയാണ്, സൂചനക്ക വിഷയം ഏതൊക്കെ കൊടുക്കുന്നത്. ബാൽ ശ്രം കോ रोकने के लिए रोजगार मंत्रालय द्वारा की गई കാര്യവാഹിयों से संबंधित. നമുക്ക് ബോർഡിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ടാവും. ബാൽ ശ്രം കോ रोकने के लिए, ബാൽ ശ്രം ഈ പറയുന്ന ചൈൽഡ് ലേബർ, ബാലവേല തടയുന്നതിന് വേണ്ടി റോസ്ഗാർ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ലേബർ ദ്വാര കീ ഗയി, ആ മിനിസ്ട്രി ഓഫ് ലേബർ മുഖാന്തരം കീ ഗയി എടുക്കപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ദ്വാര കീ ഗയി കാര്യവാഹിയോസെ സംബന്ധിത്, അതായത് കാര്യവാഹിയോസെ സംബന്ധിത് എന്നും പറയാറുണ്ട്. 2 മെത്തേഡിൽ എഴുതി കാണാറുണ്ട്. നമ്മുടെ ഇതിൽ കാര്യവാഹിയോസെ എന്നാണ് എഴുതിയിട്ടുള്ളത്. 2 മെത്തേഡിലും പൊതുവെ കാണാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ മാറി കാണാറുണ്ട്. ശ്രദ്ധിക്കുക, കാര്യവാഹിയോസെ എന്നും കാണാറുണ്ട്. അപ്പോൾ നിങ്ങളത് ഏതാണെന്നുള്ളത് നോക്കിയാൽ രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. കാരണം ആ ബാലവേലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കപ്പെട്ടിട്ടുള്ള മിനിസ്ട്രി ഓഫ് ലേബർ ദ്വാര കീ ഗയി, അവരെടുക്കപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. കാര്യവാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ്, സ്റ്റെപ്സുകളാണ് അവരൊക്കെ എടുത്തിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതാണ് അതിൽ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ. ഇനി നാലാമത്, അവിടെയാണ് ശരിക്കും നമ്മുടേതായിട്ടുള്ള ഇത്രയും തന്ന ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നതാണ്. കാരണം ആരാണ് കത്ത് എഴുതേണ്ടത്, ആർക്കാണ് എഴുതേണ്ടത്, അവരുടെ അഡ്രസ്സ് എന്തൊക്കെയാണ്, എന്താണ് വിഷയം. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ, ഈ 3 കോളങ്ങളും നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 4ാമത്തെ കോളത്തിൽ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ 4ാമത്തെ കോളത്തിലുള്ളതാണ് നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി വരുന്നത്. അത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ബോർഡിൽ നോക്കിയാൽ മതി, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണാൻ കഴിയും. 4ാമത്തെ പോയിന്റ്സ് നോക്കാം. ഈ 4ാമത്തെ പോയിന്റ്സിൽ നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നതിലേക്കാണല്ലോ ഈ ലെറ്റർ അയക്കുന്നത്. അപ്പോൾ ഈ ബാലവേല തടയാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബാലവേല ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഇതിന് ഗവൺമെൻറ് എന്തൊക്കെ നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതുക. അപ്പോൾ ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. നമ്മൾ ചോദിക്കുകയാണ്, ഗവൺമെൻറ്റിനോടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ നമുക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക, ഗവൺമെൻറ് എന്തൊക്കെ അതിന് നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഈ ഭാഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏത് ചോദ്യമായാലും ആ ചോദ്യത്തിനെ ആസ്പദമാക്കി സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കണം.
കുറേ ഉത്തരങ്ങൾ നമ്മൾ എഴുതിയവരാ അല്ലേ. ഇനി ഇതാ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള അവസരം തരുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെയുള്ള നല്ല നല്ല ചോദ്യങ്ങൾക്കാണ് ഈ പറയുന്ന 8 മാർക്ക് മുഴുവൻ പഠിക്കുന്നത്. വെറും ഈ ചോദ്യങ്ങൾക്ക് മാത്രമല്ല, എല്ലാം ലെറ്ററിൻ്റെ മുഴുവൻ മോഡലിനാണ്. പക്ഷേ അതിൽ ഏറ്റവും നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടാക്കലാണ്. അത് മിനിമം 6 ചോദ്യങ്ങൾ വരെയൊക്കെ ഉണ്ടാക്കാം. 2-3 ചോദ്യങ്ങൾ മിനിമം ആവാം. മിനിമം ഒട്ടും കഴിവില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 3 ചോദ്യങ്ങൾ എഴുതുക. പക്ഷേ നമ്മളെപ്പോലെ മുഴുവൻ മാർക്ക് വാങ്ങുന്ന, പൊതുവെ ഹിന്ദി ക്ലാസ്സിൽ എല്ലാവരും മുഴുവൻ മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ്. അപ്പോൾ മുഴുവൻ മാർക്ക് വാങ്ങുന്ന നമ്മളൊക്കെ ഒരു 6 ചോദ്യങ്ങളൊക്കെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ്റിനോട് ചോദിക്കണം. അത് ഏത് ടോപ്പിക് അവർ തന്നാലും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 6 ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ടീക്കെ. ഇനി ഇതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ 4-ാമത്തേൽ മാങ്കി ഗീ സൂചനാക്ക വിവരൺ. മാങ്കി ഗീ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള, കിട്ടേണ്ടതായിട്ടുള്ള സൂചനകളുടെ വിവരണം ആണ് ഇതിൽ കൊടുക്കുന്നത് 4-ാമത്തെ പോയിന്റിൽ. ഇതിൽ ഒന്നാമത് എന്താ പറയുന്നത് നോക്കുക. क्या भारत में बाल श्रम पर कानूनी रोक है? വേണ്ടി ബാലവേല തടയാൻ വേണ്ടി ഭാരത സർക്കാർ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? तो ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ बाल श्रम रोकने और उसके खिलाफ समाज को सचेत करने के कौन कौन से प्रावधान हैं? അതുപോലെ തന്നെ അതിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺ സെ പ്രാവധാൻ ഹെ, എന്തൊക്കെ കാര്യപരിപാടികളാണ് ഉള്ളത്? പ്രാവധാൻ ശരിക്കും ഏർപ്പാടുകൾ, പ്രബന്ധൻ, എന്തൊക്കെ ഏർപ്പാടുകളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് പ്രാവധാൻ എന്ന് പറഞ്ഞാൽ ഏർപ്പാടുകൾ, തയ്യാറെടുപ്പുകൾ എന്നൊക്കെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടീക്കെ. അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഈ തൊട്ട് താഴെ 2-ാമത്തെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ 2 ചോദ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വേറെ ആക്കാം. ക്ലിയർ? ഈ 2-ാമത്തെ ചോദ്യം എന്താ നോക്കുക. मंत्रालय द्वारा रोजगार जगहों में सूचना पट लगवाने की कौन कौन सी कार्रवाइयाँ ली गई हैं? അതുപോലെ തന്നെ മന്ത്രാലയ ദ്വാര ഈ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയെങ്കിലുമൊക്കെ സൂചനാപട്ട് എന്ന് പറഞ്ഞാൽ സങ്കേത് പട്ടാണ് ശരിക്കും. സങ്കേത് പട്ട്, സൂചനാപട്ട് എന്നൊക്കെ പറയുന്നത് നോട്ടീസ് ബോർഡുകൾ ലഘുവാനേക്കല്, അങ്ങനെ നോട്ടീസ് ബോർഡുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കോൺ സി കാര്യവയ്യ, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്തിട്ടുള്ളത്? കാര്യവയ്യ കീ ഗൈ ഹെ, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്തിട്ടുള്ളത്? ഇനി 3-ാമത് ബാൽശ്രം കെ ഭാരമേ പതാ ചലനെ പർ, അങ്ങനെ ബാലവേലയെക്കുറിച്ച് എവിടെയെങ്കിലും നമുക്ക് അറിവ് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കിസ് കാര്യാലയമേ, ഏത് ഓഫീസിലാണ് സൂചന ദേനി ഹെ, ഞങ്ങൾ ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്? കാര്യാലയിക്ക ദൂർഭാഷ ഉപലബ്ധ കരാ സക്തേ ഹെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓഫീസുകളുടെ ഫോൺ നമ്പർ നൽകാൻ പറ്റുന്നതാണോ? അത് നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ? നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ ഫോൺ നമ്പർ തരികയാണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫോൺ നമ്പർ, ചിലത് ഫോൺ നമ്പറുകൾ കൊടുക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ എടുത്തു ചോദിച്ചത്. അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? ബാൽശ്രം കെ ലിയെ പ്രേരിത് കർണേ വാലോങ്കോ, ഇനി ഈ ബാലവേലയെ പ്രേരിപ്പിക്കുന്നവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കോ മിൽനെ വാല അധിക്തം ദണ്ഡ് ക്യാ ഹെ, അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ശിക്ഷാ നടപടിക്രമം എന്തൊക്കെയാണ്? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ 3 ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പാകത്തിനും കൊടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള നല്ല ചോദ്യങ്ങൾ നമ്മളും തയ്യാറാക്കി മുഴുവൻ മാർക്കും വാങ്ങും എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം. 5-ാമത്തെ വളരെ സിമ്പിളാണ്. ഏത് രീതിയിലാണ് ലെറ്റർ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. 5-ാമത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സൂചന ടാഗ് യാ ദസ്തിമേ, ഡയറക്റ്റ് കൊടുക്കുകയാണോ അതോ ഓഫീസ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി കൊടുക്കുകയാണോ? ടാഗ് ദ്വാര, അതിൻ്റെ എഴുതിയിരിക്കുന്നത് ടാഗ് ദ്വാര പോസ്റ്റൽ എന്നുള്ളത്. അതിനുശേഷം തൊട്ട് താഴെ എഴുതുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള മോഡൽ സിഗ്നേച്ചർ, हस्ताक्षर, नाम, पूरा पता लिख सकते हैं तो वो भी लिख सकते हैं. ऊपर हम लोग लिखा है क्या, हरिदम शांति नगर तिरुवनंतपुरम 22, वो ठीक तरह से यहाँ पे भी लिख सकते हैं. फिर उसी प्रकार यहाँ पे FIC दिया है, स्थान दिया है और तारीख भी दिया गया है. स्थान तिरुवनंतपुरम और तारीख यहाँ पे दिया गया है 10 जुलाई 2014. ठीक है, तो उसी प्रकार आपको लिख सकते हैं. ठीक है, केवल इतना है. उसका पूरा रूप मैं अभी श्यामपट में दिखाता हूँ, वो भी आप तो देख कर समझना है. पूरा से पूरा एक बार पढ़ना है आप लोग. ठीक है, देखो अभी तो व्हाइट बोर्ड में पूरा से पूरा उसका नमूना दिया गया है पूरा सा. इसमें सबसे पहले सेवा में और उसका पता, किसको बेचते हैं उसका पता, फिर स्टाम्प, फिर हम तो जो लिखना है वो तो 5 रूप में 5 तालिका बनाकर उसके तालिका के अंदर 5 विभाग में बांटा गया है. वो पहला हिस्सा है नाम, दूसरा हिस्सा है ताक द्वारा भेजने का वो जो
पूरा सा पूरा पता, और तीसरा क्या प्रश्न है वो तो सूचना का विषय क्या है तो वो लिखते हैं, और 14 मांगी गई सूचना का विवरण हम तो करते हैं, उसके अंदर प्रश्न पूरा से पूरा प्रश्न बनाते हैं। फिर अंतिम 5वां तो किस प्रकार हम तो भेजते हैं, दस्ते पे या टाक द्वारा, तो वो इसमें लिखता है टाक द्वारा। फिर नीचे हस्ताक्षर, नाम, पूरा पता लिखना है तो लिख सकते हैं, किताब में नहीं है तो उसका नमूना मैं दिखाऊंगा। फिर यहाँ पे स्थान और तारीख, ये तो भी आपको लिख सकते हैं, ठीक है। केवल पाठ भाग केवल इतना है, यही प्रश्न। और किस प्रकार हम तो सूचना का अधिकार अधिनियम का पत्र लिखते हैं, केवल वही है। ये तो हमारा अधिकार है, ഇത് നമ്മുടെ അധികാരമാണ്। ഇനി നമുക്ക് ടെക്സ്റ്റിൽ ബാക്കി എന്തൊക്കെ പറഞ്ഞിരിക്കണം നോക്കാം, ठीक है। तो देखो പഴയ ടെക്സ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് ആവേദക്, പിന്നെ കൊടുത്തിട്ടുള്ളത് പേര്, അഡ്രസ്സ്, ആ രീതിയിലാണ് കൊടുത്തത്, നാം പത, പൂര പത, അങ്ങനെയാണ് പഴയ ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്। ഈ പുസ്തകം ഇറങ്ങുന്ന വർഷങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ള പുസ്തകങ്ങളാണ് ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ള രീതിയിൽ തന്നിട്ടുള്ളത്। അപ്പോൾ രണ്ട് മെത്തേഡ് രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും। എന്തായാലും ഇതിൻ്റെ മോഡൽ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം, അത് മുഴുവൻ നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കോളൂ, ठीक है। ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം, അനുവർത്തി കാര്യം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്। ആദ്യം നോക്കൂ, ഈ മോഡൽ നോക്കൂ, എന്താ തന്നിട്ടുള്ളത്, പത്ര, സെൻട്രൽ കൊടുത്തിട്ടുണ്ട് പത്രം എന്നുള്ളത്, എന്നിട്ട് ഏറ്റവും മുകളിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കൂ, പത്രക്ക് ആധാർ പർ ലിഖേ, ലെറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്। നമ്മളിപ്പോൾ പഠിച്ച ലെറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്। എന്തൊക്കെയാണ്, ബേജ്നെ വാല, അയക്കുന്നത് ആരാണ്, ഫിർ പാനെ വാല, കിസ്കോ മിൽത്തെ ഹെ, നമ്മൾ അയക്കുന്ന ലെറ്റർ ആർക്കാണ് കിട്ടുന്നത്, പിന്നെയോ ദിനാങ്ക്, താരീഖ്, ഡേറ്റ്, തൊട്ടപ്പുറത്ത് സ്ഥാൻ, ഏത് സ്ഥലത്തു നിന്നാണ് അയക്കുന്നത്, ഇതിൽ കൊടുത്തിട്ടുള്ളതാണ് സ്ഥാൻ പറയുന്നത് കേട്ടോ, ഏത് സ്ഥലത്തു നിന്നാണ് അയക്കുന്നത് എന്നുള്ളത്। फिर अंतिम नीचे विषय, तो ऐसा आप तो पूरा से पूरा भर्ती करना है। तो उसका नमूना मैं अभी देता हूँ आपको उत्तर, लेकिन आपको प्रश्न में और एक दूंगा। मिला क्या, समझा क्या, ठीक है। तो केवल इतना है। और एक नीचे देखो, പാഠക്നാമ പടേ, പാഠക്നാമം എന്ന് പറഞ്ഞാൽ ശരിക്കും വായിക്കുന്നവരുടെ അഭിപ്രായം എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവെ പറയപ്പെടുന്നത് കേട്ടോ। നമുക്ക് നോക്കാം ടെക്സ്റ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം, പാഠക്നാമ പടേ, ഇത് വായിച്ചിട്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലൊരു സൂചനാധികാരി പത്ര തയ്യാറാക്കാനുള്ളതാണ്, ठीक है। അപ്പോൾ അത് മോഡൽ ഞാൻ കാണിച്ചു തരും, ठीक है। എന്നിട്ട് നിങ്ങൾ ഇതുപോലെ വേറെ എഴുതണം। तैयारी किया, सब तैयारी होगा, ये जानते हैं क्योंकि हिंदी छात्र सभी समय बहुत अच्छा है, सभी समय ठीक तरह से ठीक समय पे काम करने वाला है, वो सही है क्या। और आमोद सिबिल तो हमारा डायरेक्टर भी है, आमोद सिबिल और हृदिक, ये सब तो पूरा से पूरा वीडियो ये सब तो करने वाला भी है। यूट्यूब चैनल में कई वीडियो ये सब तो प्रकाशित भी किया है हृदिक, और कई लोग ऐसा कर रहा है, मुझे जानता है, कई वीडियो में देखा है बहुत अच्छी तरह से। एक वीडियो में अभिनय करने का अवसर मुझे भी मिला है, कभी आपको भी मिल सकते हैं वो वीडियो, ठीक है, बाद में मिलेंगे। और अभी पूरा केवल कुछ लोगों का नाम में कहा है, और दुखी बात नहीं है, सब तो ठीक तरह से ध्यान से समझना है, ठीक है। कुछ लोगों का भी दुख होगा, सर मेरा नाम नहीं कहा है, क्यों ऐसे कहते ऐसे, तो इस वीडियो में नहीं है तो अगला वीडियो में ज़रूर बुलाएंगे, ठीक है। और नया छात्रों को भी अभी घंटी बजेगी क्या, तो आज केवल इतना है, बहुत छोटी बात है, केवल एक ही बात हम लोग पढ़ा है, माने सूचना अधिकारी पत्र। ज़रूर आपको परीक्षा में 8 अंक के लिए, पब्लिक एग्जाम के लिए 8 अंक के लिए आने वाले बहुत इम्पोर्टेंट प्रश्न है, ज़रूर ये प्रश्न आएगा, ये प्रश्न के बिना एक प्रश्न पत्र भी नहीं होता है, ठीक है। तो अच्छा ज़रूर आप तो ये समझना है, ठीक है। तो आज की कक्षा केवल इतना है, तो अच्छा धन्यवाद सबको और अच्छे दिन की शुभकामनाएं, बाय।